ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം മാനേജ്മെൻറ്റ് ലെവൽസ്, അതായത് ടോട്ടലി നമ്മളൊരു ഒരു ഒരു ഓർഗനൈസേഷനിൽ മൊത്തം നമ്മൾ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി നടത്തുകയാണെങ്കിൽ അത് ചില ലെവൽസിലൂടെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരു ലെവൽസിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദ ഹോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ സീരീസ് ഓഫ് ലെവൽ. അപ്പം നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ കുറേ പീപ്പിൾസുകളുണ്ട് അല്ലേ? ആ പീപ്പിൾസുകളൊക്കെ തന്നെ മാനേജേഴ്സാണ്, ജനറൽ മാനേജേഴ്സാണ്, സബോർഡിനേറ്റ്സാണ്, സ്റ്റാഫുകളാണ്, എംപ്ലോയീസുകളാണ്. അങ്ങനെയാണ് മൊത്തത്തിൽ ഒരു ഓർഗനൈസേഷൻ പീപ്പിൾസുകൾ വർക്ക് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മൊത്തം പീപ്പിൾസ്, ആ ഓർഗനൈസേഷനിലുള്ള ടോട്ടൽ മെമ്പേഴ്സ്, വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ്, അവർ തമ്മിൽ തന്നെ ഒരു റിലേഷൻഷിപ്പുണ്ട്. So, the relationship between managers and subordinates is arranged in a series of level. ആ സീരീസ് ഓഫ് ലെവലിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഓരോ ലെവലിലും, അറ്റ് ഈച്ച് ലെവൽ, ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് ഈസ് ഗിവൺ റെസ്പോൺസിബിലിറ്റി. ഓരോ ലെവലിലും ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സിന് റെസ്പോൺസിബിലിറ്റി നൽകപ്പെടുന്നു ബൈ ദ മാനേജേഴ്സ് ഓഫ് ഹയർ പൊസിഷൻസ്. അപ്പോൾ ഹയർ പൊസിഷനിലുള്ള മാനേജേഴ്സ് റെസ്പോൺസിബിലിറ്റീസുകൾ അസൈൻ ചെയ്യുന്നു. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലുള്ള മാനേജേഴ്സുകളിലേക്ക് ഹയർ ലെവലിലുള്ള മാനേജേഴ്സ് റെസ്പോൺസിബിലിറ്റീസുകൾ അസൈൻ ചെയ്തു കൊടുക്കുന്നു. Okay. At the same time, they grant authority to issue instruction to the managers at lower positions. അതേസമയം അവരെന്തും ചെയ്യുന്നുണ്ട്? അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്നു to issue instruction to the managers at lower positions. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ഓർഗനൈസേഷൻ്റെ, കുട്ടികൾ കാണുന്നില്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ ലെവൽസിനെ നമുക്കൊരു പിരമിഡ് രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഓർഗനൈസേഷനിൽ മൊത്തം പീപ്പിൾസ് വർക്ക് ചെയ്യുന്ന മാനേജേഴ്സുകളുണ്ട്. ഞാൻ പറഞ്ഞു, ഒരുപാട് സൂപ്പർവൈസേഴ്സ്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, അതേപോലെ മറ്റ് ടോപ്പ് ലെവൽ മാനേജേഴ്സുകളൊക്കെ തന്നെ ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ ആക്ടിവിറ്റീസ് നമ്മൾ 3 തലങ്ങളായിട്ട് നമുക്ക്, അല്ലെങ്കിൽ 3 ഏരിയകളാക്കി നമുക്ക് മാറ്റാം. 3 areas. ഫസ്റ്റ് ഏരിയയാണ് ടോപ്പ് ലെവൽ. രണ്ടാമത്തെ, സെക്കൻഡ് വൺ ഈസ് നോൺ ആസ് മിഡിൽ ലെവൽ, ആൻഡ് തേർഡ് വൺ ഈസ് നോൺ ആസ് ഓപ്പറേഷണൽ ലെവൽ. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ഓപ്പറേഷണൽ ലെവൽ. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ടോപ്പ് ലെവലിൽ കുറേ പീപ്പിൾസ് വർക്ക് ചെയ്യും, മിഡിൽ ലെവലിൽ കുറേ പീപ്പിൾസുകൾ ഉണ്ടാവും, അതേപോലെ ഓപ്പറേഷൻ ലെവലിലും ഈ സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റ് പീപ്പിൾസുകൾ ഓപ്പറേഷൻ ലെവലുകളിൽ ഉണ്ടാവും. 3 ലെവൽസുകളിൽ. ഓക്കെ. അപ്പോൾ അതോറിറ്റി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. റെസ്പോൺസിബിലിറ്റി നോക്ക് നിങ്ങൾ. റെസ്പോൺസിബിലിറ്റീൻ്റെ ആ ഏരോ ശ്രദ്ധിക്കുക നിങ്ങൾ. റെസ്പോൺസിബിലിറ്റി താഴെ തട്ടുന്ന് മിഡിൽ ലെവലിലേക്കും പിന്നെ ടോപ്പ് ലെവലിലേക്കും നീങ്ങുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടിക്കൂടി വരിക ചെയ്യുക. റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അതേസമയം അതോറിറ്റീൻ്റെ അവസ്ഥ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ നോക്ക്. അതോറിറ്റി ടോപ്പ് ലെവലിൽ നിന്ന് താഴെ തട്ടിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അതോറിറ്റി കുറഞ്ഞു വരും. അപ്പം മുകളിലേക്ക് റെസ്പോൺസിബിലിറ്റി കൂടി വരും, താഴെ തട്ടിലേക്ക് പോകും തോറും അതോറിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഈ 3 തലം, അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലെവൽ, ഈ 3 തലമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തല്ലോ. ഈ 3 തലത്തിലെ റെസ്പോൺസിബിലിറ്റി മുകളിലേക്ക് പോകും തോറും കൂടി വരും, അതോറിറ്റി താഴേക്ക് പോകും തോറും കുറഞ്ഞു വരും. അപ്പോൾ അതോറിറ്റി ഡിനോട്ട് ചെയ്യുന്നത് പവർ ടു ടേക്ക് ആക്ഷൻ,
അതാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ, പവർ ടു ടേക്ക് ആക്ഷൻ. അപ്പം ഒരു ആക്ഷൻ ടേക്ക് ചെയ്യാനുള്ള പവർ ടോപ്പ് ലെവലിനെ സംബന്ധിച്ചിടത്ത് അതിനേക്കാളും കൂടുതൽ പവർ ഉണ്ടാവില്ല മിഡിൽ ലെവലിൽ, അത്രയ്ക്കും പവർ ഉണ്ടാവില്ല ഓപ്പറേഷൻ ലെവൽ. അത് കുറഞ്ഞു വരും പവർ ടു ടേക്ക് ആക്ഷൻ. റെസ്പോൺസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ലെവലിനേക്കാളും റെസ്പോൺസിബിലിറ്റി കൂടുക മിഡിൽ ലെവലിലെ മാനേജേഴ്സിനായിരിക്കും. മിഡിൽ ലെവലിലെ മാനേജേഴ്സിനേക്കാളും റെസ്പോൺസിബിലിറ്റി കൂടുക ടോപ്പ് ലെവലിലെ മാനേജേഴ്സിനായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ടോപ്പ് ലെവലിലെ മാനേജേഴ്സ് ഒരു തലത്തിൽ, മിഡിൽ ലെവലിലെ മാനേജേഴ്സ് മറ്റൊരു തലത്തിൽ, ഓപ്പറേഷൻ ലെവലിലെ മാനേജേഴ്സ് വേറൊരു തലത്തിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മാനേജേഴ്സാണ്. ഇനി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഒരു പിരമിഡ് രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഒരു പിരമിഡ് രീതിയിലാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ മാനേജ്മെൻറ്റ് ലെവൽസിനെ നമുക്കൊരു പിരമിഡ് രീതിയിൽ കൺസിഡർ ചെയ്യാം. ഈ പിരമിഡ് ലെവലിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ ലെവൽ, ഈ 3 തലങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ടോപ്പ് ലെവൽ ഒരു ഏരിയയാണ്, മിഡിൽ ലെവൽ അനദർ ഏരിയയാണ്, ഓപ്പറേഷണൽ ലെവൽ തേർഡ് വൺ, അത് ഓപ്പറേഷണൽ ലെവലാണ്. അപ്പോൾ ദ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ബിറ്റ്വീൻ വാരിയസ് മാനേജ്മെൻറ്റ് പൊസിഷൻസ്, നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് മാനേജ്മെൻറ്റ് പൊസിഷൻസുകൾ വ്യത്യസ്ത ലെവലുകളിലുണ്ട്. ആ മാനേജ്മെൻറ്റ് പൊസിഷൻസിനെ ഡിമാർക്കേഷൻ ബിറ്റ്വീൻ വാരിയസ് മാനേജ്മെൻറ്റ് പൊസിഷൻസ് ഇൻ എൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതാണ് മാനേജ്മെൻറ്റ് ലെവൽസ്. കുട്ടികൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. The line of demarcation between various management positions in an organization is known as levels of management. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോട്ടിൽ എഴുതി. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നോട്ട്സുകൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, നോട്ട്സ് ഇല്ലാതെ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഒരു പോയിൻറ്സും നമ്മുടെ മൈൻഡിലേക്ക് കയറില്ല. അപ്പം ദ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ ബിറ്റ്വീൻ വാരിയസ് മാനേജ്മെൻറ്റ് പൊസിഷൻസ് ഇൻ എൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ടോപ്പ്, മിഡിൽ, ഓപ്പറേഷണൽ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ അടങ്ങിയത് ആരൊക്കെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് അടങ്ങിയത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ്, മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ്, കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ നമ്മൾ എന്ത് പറയും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പിന്നെ ടോപ്പ് ലെവലിൽ വരുന്ന അടുത്ത ആൾക്കാരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫേസ് ആയിട്ട്, ഒരു കമ്പനിയുടെ മുഖമായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO. പിന്നെ മൊത്തം എല്ലാ മാനേജേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജനറൽ മാനേജേഴ്സ് ഉണ്ടാവും. ഈ ജനറൽ മാനേജറുടെ പൊസിഷനും ടോപ്പ് ലെവലിലാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു തസ്തിക ചില കമ്പനികൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനീസിനനുസരിച്ച് ഈ തസ്തികകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ചില കമ്പനികളിൽ വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. വൈസ് പ്രസിഡന്റ് ടോപ്പ് ലെവൽ കാറ്റഗറിയിലാണ് വരുന്നത്. ചില കമ്പനികളിൽ നിങ്ങൾക്ക് ചെയർമാനെ കാണാൻ പറ്റും. ചെയർമാനും ടോപ്പ് ലെവലിലാണ്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആ കമ്പനിയുടെ ഫങ്ഷനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ ഒരു തസ്തിക സൃഷ്ടിക്കും.
ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. ആ പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ നമ്മൾ എന്ത് പറയും? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന് പറയും. മാനേജിംഗ് ഡയറക്ടർ എം ഡി, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ. ഒരു കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ, മാനേജ് ചെയ്യുന്ന ഡയറക്ടർ. എല്ലാ ഡയറക്ടേഴ്സും മാനേജ് ചെയ്യില്ല, ചില ഡയറക്ടേഴ്സ് ആയിരിക്കും മാനേജ് ചെയ്യുക. അതാണ് മാനേജിംഗ് ഡയറക്ടേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് അവർ ചെയ്യുന്നത് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആക്ടിവിറ്റീസുകളൊക്കെ തന്നെ അവർ കോർഡിനേറ്റ് ചെയ്യുന്നു. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആക്ടിവിറ്റീസ്. അപ്പം ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഒരു സ്ഥാപനത്തിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും, ഒരു സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും, ഒരു സ്ഥാപനത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. സാധനങ്ങൾ വാങ്ങണം, വാങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. റോ മെറ്റീരിയൽസ് വാങ്ങുക, പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളെ നമ്മൾ മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവും. ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ മാനേജ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആ ഫംഗ്ഷൻ നിർവഹിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. ക്ലിയർ അല്ലേ? പിന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ചെയ്യുന്നത് എന്താണ്? ഫോർമുലേറ്റിംഗ് ഓവറോൾ ഓർഗനൈസേഷണൽ ഗോളുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. എന്താണ് ലക്ഷ്യങ്ങൾ? മൊത്തം ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ലക്ഷ്യം എന്താണ്? ഗോൾ എന്താണ്? അത് ഡിസൈൻ ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ദെൻ പോളിസി ഫ്രെയിമിംഗ് ദ പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ പോളിസീസ് ഫ്രെയിം ചെയ്യുന്നു. ഓരോ ഓർഗനൈസേഷനും ഒരു പോളിസി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ആ സ്ഥാപനത്തിൻ്റെ പോളിസി? നയം എന്താണ്? ആ നയം തീരുമാനിക്കുന്നത് ഒക്കെ തന്നെ, ആ നയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ പോളിസികളൊക്കെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഈ സ്ഥാപനം മൊത്തവും ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് തീരുമാനിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഓർഗനൈസിങ് ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ്. ഏതൊക്കെ ആക്ടിവിറ്റീസുകൾ ഓർഗനൈസ് ചെയ്യണം, പെർഫോം ചെയ്യേണ്ട ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തന്നെ ഓർഗനൈസ് ചെയ്യാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ചെയ്യേണ്ടതായിട്ട് വരുന്ന വാരിയസ് ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യണം. അസംബ്ലിങ് ദ റിക്വയർഡ് റിസോഴ്സസ്. ആവശ്യമായ റിസോഴ്സുകളെ ഒക്കെ തന്നെ അസംബിൾ ചെയ്യണം. ആവശ്യമായ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആവശ്യമാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളൊക്കെ തന്നെ നടത്തണമെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യണം. ആ ഫിക്സ്ഡ് അസറ്റ്സുകളൊക്കെ തന്നെ സ്ഥാപനത്തിന് ഫിക്സ്ഡ് അസറ്റ്സുകൾ ആവശ്യമാണല്ലോ. ഫിക്സ്ഡ് അസറ്റ്സ് ഇല്ലാതെ ഒരു സ്ഥാപനത്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടുകളൊക്കെ തന്നെ അസംബ്ലിങ് ദ റിക്വയർഡ് റിസോഴ്സസ്. ഫണ്ടുകൾ എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുക, ഇത് തീരുമാനിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. ആൻഡ് കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ് ദ പ്ലാൻഡ് പെർഫോമൻസ്. പ്ലാൻ ചെയ്ത ഓരോ പെർഫോമൻസും കൺട്രോൾ ചെയ്യുന്നു, അതേപോലെ തന്നെ മോണിറ്റർ ചെയ്യുന്നു. പ്ലാൻഡ് പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യണം, മോണിറ്റർ ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടോ, വെദർ വി അക്വയർഡ് ഓർ നോട്ട്, ഇത് നമ്മൾ ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യുക, വാച്ച് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ ചെയ്യുക. വാച്ച് ചെയ്താൽ മാത്രം പോരാ, എന്നിട്ട് അതിൻ്റെ റെമഡിയൽ ആക്ഷൻസ്, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കുറച്ച് ആക്ഷൻസുകൾ നമ്മൾ ടേക്ക് ചെയ്യണം. ഓക്കെ.